ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ. ബുദ്ധിയെ സംബന്ധിച്ച ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഓപ്ഷൻ: പീറ്റർ സലേവ, ഡാനിയൽ ഗോൾമാൻ, ഹൊവാർഡ് ഗാർഡ്നർ, ജോൺ മേയർ. ഉത്തരം ഹൊവാർഡ് ഗാർഡ്നറാണ്. ദ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെ ഹൊവാർഡ് ഗാർഡ്നർ ബുദ്ധിയിലെ 7 മാനസിക പ്രക്രിയകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിനെയാണ് ബഹുതര ബുദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തെ ശേഷിയാണ് സ്ഥല പരിമാണ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ നേരത്തെ അതേക്കുറിച്ച് കണ്ടതാണ്. വാചിക ഭാഷാപരമായ ബുദ്ധിയാണ്, വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. മൂന്നാമത്തെ ശേഷി യുക്തിചിന്തന ഗണിത ശേഷിയാണ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. സംഗീതാത്മക താളാത്മകമായ ബുദ്ധി, സംഗീതാത്മകവും താളാത്മകവുമായ ബുദ്ധി, മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇന്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ഇവിടെ ഓരോ ഈ ബുദ്ധിയും ഒരു വ്യക്തിയിലുള്ളതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയും എത്തിച്ചേരാൻ പെടുന്ന മേഖലകളെ കുറിച്ചും ഗാർഡ്നർ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ബഹുതര ബുദ്ധി എന്ന ആശയം ഹൊവാർഡ് ഗാർഡ്നർ അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഒരു പഠിതാവിൽ ആശയ രൂപീകരണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന. ഒന്ന്, അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അനുയോജ്യമായ ഉദാഹരണങ്ങളും അതിനോടൊപ്പം തന്നെ അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങളും നൽകിയാൽ പഠിതാവിൽ ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ: നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോട് കൂടിയായിരിക്കണം. അപ്പൊ ആശയഗ്രഹണം നടക്കണമെങ്കിൽ നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണത്തോടു കൂടിയായിരിക്കണം. 3, പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുക. 4, പുതിയ ആശയങ്ങളെ കുട്ടിക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു പഠിതാവിൽ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയിൽ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ്. അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകിയാൽ ആശയ രൂപീകരണം തടസ്സപ്പെടുന്നു. ഇനി, മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാപര സംവിധാനത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? പിയാഷെ, ഹൈഡ്ഗർ, നോം ചോസ്കി, വോൾഫ്. നോം ചോസ്കി. ഓരോ വ്യക്തിയുടെയും മസ്തിഷ്കത്തിൽ ഭാഷയുടെ മൗലിക രൂപം ജനനത്തോടെ രൂപം കൊള്ളുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ഭാഷയുടെ മൗലിക രൂപമുണ്ട്.
അനുകരണങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും ഈ മൗലിക രൂപം വികസിച്ച് ഭാഷാരൂപം കൈവരിക്കുന്നു എന്ന സിദ്ധാന്തമാണ് നോം ചോസ്കി അവതരിപ്പിച്ചത്. ഒപ്പം ശിശുവിന്റെ ഭാഷാ വികസനത്തെ നോം ചോസ്കി രചനാന്തര പ്രജനന വ്യാകരണം അഥവാ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് വിശേഷിപ്പിച്ചു. ഒരു കുട്ടി ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയുടെ മൗലിക വ്യാകരണ രൂപങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഭാഷ പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടി അമ്മയോട് എനിക്ക് വിശക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് വിശന്നേക്കുമെന്നോ എനിക്ക് വിശന്നായിരുന്നു എന്നോ പറയുന്നില്ല. അത് വ്യാകരണം പഠിച്ചുകൊണ്ടല്ല. അനുകരണങ്ങളിലൂടെ മുതിർന്നവർ യഥാസമയത്ത് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ച ഭാഷ അനുകരിക്കുകയാണ്. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? വിമർശനാത്മകമായ ചിന്ത, ആ ചിന്തയുമായി പൊരുത്തപ്പെടാത്തതാണ് ഏത് എന്ന് ചോദ്യം. ഉത്തരം: ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക, കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തതാണ് ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക എന്ന ഓപ്ഷൻ. ഇവിടെ വിമർശനാത്മക ചിന്തയ്ക്ക് യാതൊരു സ്വാധീനവും അതുമായി യാതൊരു പൊരുത്തപ്പെടുന്നില്ല. ഇനി അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ പഠനത്തിനായിട്ട് കുട്ടിക്ക് നൽകുന്ന കൈത്താങ്ങിൽ അനുയോജ്യമല്ലാത്തത്: കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശം നൽകുക, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ സ്വയം ആശയം രൂപവൽക്കരിക്കുന്നതിന് സഹായിക്കുക, കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ശരിയായ ആശയങ്ങൾ. ഇവിടെ കുട്ടിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ആദ്യത്തെ 3 ഓപ്ഷൻ നോക്കി, കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുന്നു, അവിടെ കൈത്താങ്ങാണ്. സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു, അതും സഹായിക്കലാണ്, കൈത്താങ്ങാണ്. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപവൽക്കരിക്കുന്നതിന് സഹായിക്കുന്നു, ഇവിടെയും കൈത്താങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം, അതായത് ഒരു കുട്ടിയെ കൈത്താങ്ങിന് അനുയോജ്യമല്ലാത്ത പ്രക്രിയ എന്ന് പറയുന്നത് കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ്. പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആര്? പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലാകണം എന്ന് പറഞ്ഞത് വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, സ്കിന്നർ. ഇവിടെ നോക്കുക, ജീൻ പിയാഷെയും സ്കിന്നറും വ്യാവഹാരിക വാദങ്ങളാണ്. വ്യാവഹാരിക വാദങ്ങളിൽ സ്റ്റിമുലസും റെസ്പോൺസിനുമാണ് പ്രാധാന്യം. എന്നാൽ ചാക്രിക ആരോഹണ ക്രമം ഇവിടെ അവതരിപ്പിക്കുന്നത് ബ്രൂണറാണ്. വൈജ്ഞാനിക സിദ്ധാന്തത്തിലാണ് ഈ ചാക്രിക ആരോഹണ ക്രമം വരുന്നത്. വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കളിൽ ഒരു വ്യക്തിയാണ് ബ്രൂണർ. എന്നാൽ വൈഗോട്സ്കി ഭാഷാപഠനം അല്ലെങ്കിൽ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാണ്. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാൻ ഇടയില്ലാത്തത്. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്താൻ നിങ്ങൾ തീരെ പരിഗണിക്കാൻ ഇടയില്ലാത്തത്. നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. കുട്ടിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കും. സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. ഇപ്പൊ കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുക,
ആ നൈതികത രൂപപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കുട്ടിയെയും മികച്ച പരിഗണന നൽകുന്നതും കുട്ടിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കുന്നതും സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടുന്നതുമാണ്. നമ്മൾ സ്വീകരിക്കാൻ തീരെ ചാൻസ് കുറവുള്ളതാണ് നിയമങ്ങൾ ലംഘിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്ന കുട്ടിക്ക് കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ചികിത്സ നൽകും എന്നത്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികസനത്തെക്കുറിച്ച് ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? ഈ ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓപ്ഷൻ പിയാഷെ, ഹാൻസ്ഫോർത്ത്, ഷാഫർ, വൈഗോട്സ്കി. ഉത്തരം ഭാഷാ വികസന സിദ്ധാന്തം തന്നെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ഉത്തരം വൈഗോട്സ്കി തന്നെയാണ്. അടുത്തത് സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏതാണ്? സമായോജന തന്ത്രം എന്ന് പറയുമ്പോൾ സ്വന്തം കഴിവുകേടുകൾ ഒപ്പം തൻ്റെതായ പ്രശ്നങ്ങളെ തെറ്റായ കാരണങ്ങളാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് രക്ഷ നേടുന്ന തന്ത്രമാണ് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ഇതിൽ ഉൾപ്പെടാത്തത് പീഡാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക, സ്വന്തം പ്രവർത്തികൾ കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. ഇവിടെ ഉത്തരം സ്വന്തം പ്രവർത്തികൾ കൊണ്ടുള്ള പരാജയങ്ങൾ മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. അപ്പൊ മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നു. ഇതാണ് ഇതിലത്തെ ശരിയായ ആൻസർ. പീഡാനുഭവങ്ങളെ അല്ലെങ്കിൽ വേദനാജനകമായ അനുഭവങ്ങളെ, ഒരിക്കലും സാക്ഷാത്കരിക്കാനാകാത്ത ആഗ്രഹങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്നത് ദമനം എന്ന് പറയുന്ന പ്രക്രിയയാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നത് യുക്തീകരണമാണ്. ഇനി ഏതു വിലയിരുത്തലിലാണ് അതീത ചിന്ത അഥവാ മെറ്റാകോഗ്നിഷന്റെ സാധ്യതയുള്ളത്? ഏതുതരം വിലയിരുത്തലിലാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തിൻ്റെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, ഇതൊന്നുമല്ല. ഉത്തരം വിലയിരുത്തൽ തന്നെ പഠനം. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കമ്മീഷൻ റിപ്പോർട്ട്, വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൽ ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്, യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്, ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട്, മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്. ഇവിടെ ഉത്തരം യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ പഠനഭാരത്തെയും പ്രതീക്ഷിത നിലവാര തകർച്ചയെയും കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് യശ്പാൽ കമ്മീഷൻ. ഈ യശ്പാൽ കമ്മീഷനെയാണ് ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ ടുവേഴ്സ് ആൻ എൻലൈറ്റ്മെന്റ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി, ടുവേഴ്സ് ആൻ എൻലൈറ്റ്മെന്റ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത് രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ടിനെയാണ്. ഇപ്പൊ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ടിനെ അറിയപ്പെടുന്നത് ടുവേഴ്സ് ആൻ എൻലൈറ്റൻ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്നാണ്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനെയാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷനെ അറിയപ്പെടുന്നതാണ് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? പെസ്റ്റലോസി, മോണ്ടിസോറി, ഫ്രോബൽ, റൂസോ. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് റൂസോയാണ്. റൂസോ തന്നെ വിദ്യാഭ്യാസപരമായ ആശയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് എമിലി.
ഏമിൽ എന്ന സാങ്കല്പിക ശിശുവിൻ്റെ വികസന ഘട്ടമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. 5 ഭാഗങ്ങളുള്ള ഈ പുസ്തകത്തിൽ എമൈലിന്റെ വികസനത്തിന്റെ 4 ഘട്ടങ്ങളെ പ്രതിപാദിക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തിന്റെ 5-ാം ഭാഗത്തിൽ എമൈലിന്റെ ഭാര്യയായ സോഫിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നെഗറ്റീവ് വിദ്യാഭ്യാസം, പോസിറ്റീവ് വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് റൂസോയായിരുന്നു. തൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസത്തെയാണ് റൂസോ പോസിറ്റീവ് വിദ്യാഭ്യാസം എന്ന് അർത്ഥമാക്കിയത്. അതിനെതിരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് റൂസോ ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസമായിരുന്നു നെഗറ്റീവ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 1972, 1974, 1978, 1980. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 1972. മാറിവരുന്ന വിവര സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ പ്രയോഗിക്കുകയാണ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ടെക്നോളജി നടപ്പിലാക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകൾ കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി, ടാഗോർ, വിവേകാനന്ദൻ, അരവിന്ദ് ഘോഷ്. മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ജെറോം എസ് ബ്രൂണറുടെ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ്? ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ താഴെ പറയുന്നവയിൽ വൈജ്ഞാനിക വികസനമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത്: 1 ബിംബന ഘട്ടം, 2 പ്രതീകാത്മക ഘട്ടം, 3 വിചിന്തന ഘട്ടം, 4 പ്രവർത്തന ഘട്ടം. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ 3 1 പ്രവർത്തന ഘട്ടം, പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടം. 2 ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. പരിസ്ഥിതിയിലുള്ള ബിംബങ്ങളെ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ബിംബങ്ങളെ ആശയഗ്രഹണത്തിനായി ഉപയോഗിക്കുന്നു. 3 പ്രതീകാത്മക ഘട്ടമാണ്, പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ഇവിടെ ആശയ രൂപീകരണത്തിനും പ്രകടനത്തിനുമായി ചില സിംബലുകൾ ഉപയോഗിക്കുന്നു, പ്രതീകങ്ങൾ. ഇവിടെ ഈ പ്രതീകം, അതായത് 3 ഘട്ടത്തിൽ ആശയ സ്വീകരണത്തിനും ആശയ രൂപീകരണത്തിനും ആശയ പ്രകടനത്തിനുമായി വ്യക്തി സ്വീകരിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത് ഭാഷയാണ്. അതിനാൽ ഭാഷയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം. അപ്പോൾ ബ്രൂണറുടെ വികസന ഘട്ടങ്ങളിൽ പെടുന്നത് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം സി, വിചിന്തന ഘട്ടമാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ വിചിന്തന ഘട്ടം എന്നത് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ പെടാത്ത ഘട്ടമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല. പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? അഭിമുഖം, ബി നിരീക്ഷണം, സി സഞ്ചിത രേഖാപഠനം, ഡി കേസ് സ്റ്റഡി. ഉത്തരം കേസ് സ്റ്റഡി. അല്ലെങ്കിൽ
ഈ കേസ് സ്റ്റഡിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചികിത്സാ രീതി. അതായത് അപസമയോജിത വ്യവഹാരമുള്ള ഒരു വ്യക്തിയുടെ സമഗ്ര വ്യവഹാര പഠനത്തിന് അനുയോജ്യമായ പഠന രീതിയാണ് കേസ് സ്റ്റഡി. ഈ ചോദ്യം പല പ്രാവശ്യം പല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതായിരുന്നു: ക്ലാസ്സിൽ സ്ഥിരമായി താമസിച്ചു വരുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ഏത് പഠന രീതി ഉപയോഗിക്കും? കേസ് സ്റ്റഡി. ഇരുട്ടിനെ പേടിയുള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ട് എന്നിരിക്കട്ടെ, ആ കുട്ടിയുടെ പേടി മാറ്റാൻ നിങ്ങൾ ഏത് പഠന രീതിയായിരിക്കും ഉപയോഗിക്കുക? കേസ് സ്റ്റഡി. അപ്പൊ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അപസമയോജിതനായ ഒരു വ്യക്തിയുടെ, അതായത് സാധാരണ വ്യവഹാര വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ വ്യക്തിയുടെ വ്യവഹാര പഠനത്തിനായി ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേസ് സ്റ്റഡി. ഇതിൽ പഠനവിധേയമാകുന്ന വ്യക്തിയെ കേസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ചികിത്സാ രീതി അഥവാ ക്ലിനിക്കൽ സ്റ്റഡിയെ കേസ് സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം, കൺസെപ്റ്റ് മാപ്പ് എന്ന സങ്കേതം വികസിപ്പിക്കുവാൻ നേതൃത്വം നൽകിയത് RS വുഡ്വർത്ത്, ജോസഫ് ഡി നൊവാക്, JL മൊറീനോ, സ്റ്റീഫൻ M കോറി. ഉത്തരം ജോസഫ് ഡി നൊവാക്ക. JL മൊറീനോ സമൂഹമിതി അഥവാ സോഷ്യോമെട്രിയുടെ ഉപജ്ഞാതാവാണ്. സ്റ്റീഫൻ M കോറി മൈക്രോ ടീച്ചിങ്ങിന്റെ ഉപജ്ഞാതാവ്. സ്റ്റീഫൻ M കോറി 5ാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറ്റിയും എഴുതുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയമായ മാർഗം എന്താണ്? A. സമൂഹാലേഖം, B. ടീം ടീച്ചിങ്, C. ക്രിയാഗവേഷണം, D. മൈക്രോ ടീച്ചിങ്. ഉത്തരം ക്രിയാ ഗവേഷണം. വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളെ നിലവിലത്തെ പരിമിത സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായി പരിഹരിക്കാനായി നടത്തുന്ന പ്രവർത്തനമാണ് ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. അധ്യാപന സംബന്ധമായ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെ ശാസ്ത്രീയമായി പരിഹരിക്കാൻ സാധിക്കുന്നു. ഒപ്പം തങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുന്നതിനും ആ തീരുമാനങ്ങളെ മെച്ചപ്പെടുത്താനും മേലധികാരികൾക്ക് ഉപയുക്തമായ രീതിയുമാണ് ക്രിയാ ഗവേഷണം. എന്നാൽ സമൂഹാലേഖം എന്താണ്? ഒരു സമൂഹത്തിനുള്ളിലെ വ്യക്തികൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം. ഇതിൻ്റെ ഉപജ്ഞാതാവ് JL മൊറീനോ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ കണ്ടു. സമൂഹാലേഖം. സമൂഹാലേഖത്തിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ ഒരു ഗ്രാഫായി ചിത്രീകരിക്കുന്നു. ഈ ഗ്രാഫാണ് സോഷ്യോഗ്രാം. ഈ സമൂഹാലേഖത്തിൽ 3 തരം ബന്ധങ്ങളെ കണ്ടെത്തുന്നുണ്ട്. എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന വ്യക്തിത്വം, സ്വീകരണ വ്യക്തിത്വം. എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന വ്യക്തിത്വം, തിരസ്കരണ വ്യക്തിത്വം. പരസ്പരം ഇഷ്ടപ്പെടുന്ന ചെറു സംഘങ്ങൾ, അത് ക്ലിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു സമൂഹത്തിനുള്ളിലെ ബന്ധങ്ങൾ കണ്ടെത്താൻ, സാമൂഹിക ബന്ധം അളക്കാൻ ഉപയോഗിക്കുന്നത് സമൂഹമിതി. ആ സമൂഹമിതിയിലെ വിവരങ്ങൾ ഗ്രാഫായി ചിത്രീകരിക്കുന്നത് സമൂഹാലേഖം. അടുത്തത് മൈക്രോ ടീച്ചിങ്. പ്രത്യേകമായ അധ്യാപക നൈപുണികളെ വികസിപ്പിക്കുന്നതിനു വേണ്ടി ചുരുങ്ങിയ സമയത്തിൽ
എടുക്കുന്ന പ്രത്യേക അധ്യാപക പരിശീലനമാണ് മൈക്രോ ടീച്ചിങ്. DW അലനാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ അധ്യാപക നൈപുണികൾ വികസിപ്പിക്കുക എന്നതാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം. അടുത്തത് ടീം ടീച്ചിങ്. 2 അതിലധികമോ അധ്യാപകർ മികച്ച അധ്യാപന പ്രവർത്തനത്തിനായി മികച്ച രീതിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന സംഘബോധനമാണ് ടീം ടീച്ചിങ്. എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ, അതായത് 6 മുതൽ 12 വയസ്സുവരെയുള്ള സമയത്ത് നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സ്കൂൾ പ്രായത്തിൽ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജസ്വലത അപകർഷത, ഗാഠബന്ധം ഏകാദിത്വം, വിശ്വാസം അവിശ്വാസം, സ്വാശ്രയത്വം ലജ്ജ. ഇവിടെ മനോസാമൂഹിക വികസന സിദ്ധാന്തത്തിൽ സ്കൂൾ പ്രായത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഊർജ്ജസ്വലത അപകർഷതയാണ്. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, സീരിയേഷൻ, ഉഭയദിശീയ ചിന്ത, റിവേഴ്സിബിലിറ്റി, തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നു, പകരൽ ചിന്ത, ട്രാൻസിറ്റിവിറ്റി ഇവ വികസിക്കുന്ന വികാസഘട്ടം. ഔപചാരിക മനോവ്യാപാര ഘട്ടം, അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 രൂപാത്മക മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 3 ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോ സ്റ്റേജ്. D പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ചിന്തയും ട്രാൻസിറ്റിവിറ്റിയും ഒരു വ്യക്തിയിൽ വികസിക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതായത് രൂപാത്മക മനോവ്യാപാര ഘട്ടം, തിരിച്ചും മറിച്ചും ചിന്തിക്കാനുള്ള കഴിവ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ഗസ്റ്റാൾട്ട് സമീപനം, സമഗ്രാവാദം, ഗസ്റ്റാൾട്ട്. ആ ഗസ്റ്റാൾട്ട് സമീപനത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതെന്നാണ് ചോദ്യം. ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കുക, അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക, പ്രശ്ന അപഗ്രഥനത്തിന് സഹായിക്കുക, ആവർത്തനത്തിന് ഊന്നൽ നൽകുക. ഇവിടെ അന്തർദൃഷ്ടി പഠനത്തിൻ്റെ 3 ഘടകങ്ങളാണ് ഓപ്ഷൻ എയും ബിയും സിയും. ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കുക, അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക, പ്രശ്നാപഹരണത്തിന് സഹായിക്കുക എന്നിവ. ആവർത്തനത്തിന് ഊന്നൽ നൽകുക എന്നത് ഗസ്റ്റാൾട്ട് പഠനത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ആവർത്തനത്തിന് ഊന്നൽ നൽകുക എന്നതാണ് ഇവിടുത്തെ ആൻസർ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം, അതായത് എൻവയോൺമെന്റൽ ഫാക്ടർ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം, ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരിക വ്യവസ്ഥ, കുടുംബം, പാരമ്പര്യം. ചോദിച്ചിരിക്കുന്നത് സാഹചര്യ ഘടകമാണ്, അത് കുടുംബമാണ്. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധിസിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹുഘടക സിദ്ധാന്തം അഥവാ മൾട്ടി ഫാക്ടർ, ദ്വിഘടക സിദ്ധാന്തം അഥവാ 2 ഫാക്ടർ, മനോഘടക സിദ്ധാന്തം അഥവാ മെന്റൽ ഫാക്കൽറ്റി ഫാക്ടർ, സംഘഘടക സിദ്ധാന്തം അഥവാ ഗ്രൂപ്പ് ഫാക്ടർ. ഉത്തരം ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ.
ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സംഘടിത ഫലമാണ്. അതായത് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങളാണ്, ഒരു ജനറൽ ഫാക്ടറും ഒരു സ്പെസിഫിക് ഫാക്ടറും. ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരിലുമുള്ള ഘടകമാണ്. എന്നാൽ ചില മേഖലയിൽ ചിലർക്ക് സവിശേഷമായ കഴിവുണ്ടാകും, അത് അവരുടെ സ്പെസിഫിക് ഫാക്ടർ. ഇത് പ്രസ്താവിക്കുന്ന ബുദ്ധി സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം. ദേശീയ അധ്യാപക ദിനം നമുക്കെല്ലാവർക്കും അറിയാം. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ, അതായത് ഹെയറാർക്കി ഓഫ് നീഡ്സ്, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിരിക്കുന്നത് എ വൈജ്ഞാനിക ആവശ്യങ്ങൾ, ബി ശാരീരിക ആവശ്യങ്ങൾ, സി ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ഡി സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിലാണ് സ്നേഹം, സ്വന്തം എന്ന ബോധത്തിനു വേണ്ടിയുള്ള ആവശ്യത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനായുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യവഹാരവാദം, ജ്ഞാനനിർമ്മിതിവാദം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, സമഗ്രതാവാദം, ബിഹേവിയറലിസം, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ഗസ്റ്റാൾട്ട്. പഠനമെന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനായിട്ടുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് എന്ന് പറയുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മളത് വിശകലനം ചെയ്തതാണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്താണെന്നുള്ളത്. വ്യവഹാരവാദവും നമ്മൾ ചർച്ച ചെയ്തതാണ്. സമഗ്രവാദം, അത് ഗസ്റ്റാൾട്ട് തിയറി, ജർമ്മനിയിൽ രൂപം കൊണ്ട സമഗ്രവാദം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഇത് ഫ്രോയിഡ് അനുകൽപ്പനം ചെയ്ത ഒരു പ്രതിരോധ തന്ത്രമാണ്. അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ സാമൂഹികമായ അംഗീകാരമില്ലാത്ത ചില ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഇവയെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് വ്യക്തി മാനസിക സംഘർഷങ്ങളിൽ നിന്നും വിടുതൽ നേടുന്ന തന്ത്രമാണ് ഉദാത്തീകരണം. ഇവിടെ നമുക്ക് ചോയ്സായി കൊടുത്തിരിക്കുന്നത് ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, വിനിവർത്തനം എന്നിവയാണ്. ഉത്തരം ഉദാത്തീകരണമാണ്. ദമനം നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യുക്തീകരണം എന്താ? തൻ്റെ പരാജയങ്ങളെ, തൻ്റെ കഴിവുകേടുകളെ തെറ്റായ കാരണങ്ങളാൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പുളിമുന്തിരിങ്ങ സ്റ്റൈൽ വരുന്നത്. വിനിവർത്തനം എന്താ? അസ്വീകാര്യമായ അനുഭവങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. അതാണ് വിനിവർത്തനം. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യം, ശ്രദ്ധ എന്നിവ കുട്ടികളുടെ കാര്യത്തിൽ നൽകാതിരിക്കുകയും ചെയ്യുന്ന രക്ഷകർത്തൃ രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുട്ടികളുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ യാതൊരു വിധമായ താല്പര്യവും കുട്ടികളുടെ കാര്യത്തിൽ നൽകാതെ ഉള്ള രക്ഷകർത്താക്കളുടെ രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? നിസ്സംഗ രക്ഷകർത്തൃത്വം, നെഗ്ലിജന്റ് പാരന്റിംഗ്, സ്വേച്ഛാധിപത്യ രക്ഷകർത്തൃത്വം, അതാർട്ടേറിയൻ പാരന്റിംഗ്, ഉദാര രക്ഷകർത്തൃത്വം,
പെർമിസീവ് പാരന്റിങ്, ജനാധിപത്യ രക്ഷകർതൃത്വം, ഡെമോക്രാറ്റിക് പാരന്റിങ്. ഉത്തരം നിസ്സംഗ രക്ഷകർതൃത്വമാണ്. സ്വേച്ഛാധിപത്യ രക്ഷകർതൃത്വം എന്ന് പറയുന്നത് എന്താണ്? കുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ രക്ഷകർത്താക്കൾ വരച്ച വരയിലൂടെ കുട്ടികളെ നടത്തുക. കുട്ടികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ ഒന്നിനും അഭിപ്രായത്തിനോ ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കാതെ വരച്ച വരയിലൂടെ കുട്ടികളെ വളർത്തുന്നതാണ് സ്വേച്ഛാധിപത്യ രക്ഷകർതൃത്വം. പെർമിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വളർത്തുന്നു. ശരിയായ രീതിയിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകുന്നു. ഇതാണ് പെർമിസീവ്. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് വാചാലത അഥവാ ഫ്ലുവൻസി, വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി, മൗലികത അഥവാ ഒറിജിനാലിറ്റി, സംരചന ചിന്ത, കൺവർജൻ തിങ്കിങ്. അപ്പൊ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. വാചാലത സർഗാത്മകതയുടെ ഘടകമാണ്. വഴക്കം ഫ്ലെക്സിബിലിറ്റി സർഗാത്മകതയുടെ ഘടകമാണ്. മൗലികത ഒറിജിനാലിറ്റി സർഗാത്മകതയുടെ ഘടകമാണ്. സംരചന ചിന്തയാണ് അവിടെ വരാത്തത്. പിന്നെയോ വിവ്രജന ചിന്ത, ഡൈവേഴ്സ് തിങ്കിങ്, അത് സർഗാത്മകതയുടെ ഭാഗമാണ്. ഇവിടെ സംരചന ചിന്തയാണ് സർഗാത്മകതയുടെ ഘടകമല്ലാത്തത്. എന്താണ് സർഗാത്മകത? പുതുതായി ഒന്നിനെയോ ഒരാശയത്തെയോ സൃഷ്ടിക്കാനോ പുനർനിർമ്മിക്കാനോ ഉള്ള ഒരു വ്യക്തിയുടെ സവിശേഷമായ കഴിവാണ് സർഗാത്മകത. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യത്തെ അറിയപ്പെടുന്നത്. ഭാഷാപ്രയോഗത്തിൽ എഴുത്ത്, വായന, ലേഖനം, അങ്ങനെ സമസ്ത മണ്ഡലങ്ങളിലും ഭാഷയുമായി ബന്ധപ്പെട്ട വൈകല്യം അറിയപ്പെടുന്നത് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ആൻസർ ഡിസ്ലെക്സിയ. എന്താണ് ഡിസ്ഗ്രാഫിയ? വായനയിലുള്ള വൈകല്യമാണോ? അല്ല, ഗ്രാഫിയ എഴുത്തിലുള്ള വൈകല്യം, അത് ഡിസ്ഗ്രാഫിയ. ഡിസ്കാൽക്കുലിയായോ ഗണിതപരമായ വിഷയങ്ങളിൽ കുട്ടിക്കുണ്ടാകുന്ന വൈകല്യം. ചിലപ്പോൾ മറ്റെല്ലാ മേഖലയിലും കുട്ടി മിടുക്ക് പ്രകടിപ്പിക്കും, പക്ഷെ ഗണിതത്തിൽ ഏറ്റവും താഴെ അവസ്ഥയിലായിരിക്കും. ചിഹ്നങ്ങളെ യഥാസമയം ഇടാൻ, തിരിച്ചറിയാൻ കഴിയാതെ വരിക, ഇതാണ് ഡിസ്കാൽക്കുലിയ. ഡിസ്പ്രാക്സിയായോ പേശി പ്രവർത്തനം ശരിയായ രീതിയിൽ സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. പെൻസിൽ പിടിച്ച് നേരെ എഴുതാൻ കഴിയുന്നില്ല, ബട്ടൺസ് ഇടാൻ കഴിയുന്നില്ല, ഷൂലേസ് കെട്ടാൻ കഴിയുന്നില്ല, പാത്രങ്ങളെ മുറുകി പിടിക്കാൻ കഴിയുന്നില്ല, കയ്യിൽ നിന്നൊക്കെ വീണു പോകുന്നു. അതായത് അങ്കുലി ക്ഷമതയിലും പേശി പ്രവർത്തനത്തിലുമുള്ള വൈകല്യം. ഇതിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്.